സമകാലിക ഇന്ത്യയിൽ ഫാസിസ്റ്റ് പ്രവണതകൾ കൊണ്ട് ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ എതിർക്കാൻ, ഒപ്പം മതേതര ശക്തികളെയൊക്കെ ഒരുമിപ്പിക്കാൻ, ചേർത്ത് പിടിക്കാൻ, അങ്ങനെ ഒരു ജനകീയ ജനാധിപത്യത്തിൻ്റെ വിപ്ലവ പാതയിലൂടെ നീങ്ങാൻ CPIM എന്ന ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സജ്ജമാക്കുന്ന മഹാപ്രക്രിയ കൂടിയാണ് ഓരോ പാർട്ടി കോൺഗ്രസ്സുകളും. പ്രത്യേകിച്ച് 24-ാം പാർട്ടി കോൺഗ്രസ്, അതിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത്. ഇതാ അതിന് തുടക്കമായിരിക്കുന്നു. ചെമ്പതാക ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന്, ധീരരായ രക്തസാക്ഷികളുടെ മണ്ഡപങ്ങളിൽ നിന്ന് എത്തിച്ച ദീപശിഖയാണ് സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. സന്തോഷ്, ഇനിയുള്ള പ്രക്രിയകൾ, പരിപാടികൾ എന്തൊക്കെ? തീർച്ചയായും കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന് തീർച്ചയായും CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളന നഗരിയിൽ ചെമ്പതാക ഉയർന്നിരിക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ അത്യന്തം ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്ന ചടങ്ങ് പൂർത്തിയായിരിക്കുന്നത്. ഇന്ന് ബാക്കിയുള്ള ചടങ്ങുകൾ ഈ കൊല്ലം ജില്ലയിലെ 23 ധീര രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ച ദീപശിഖ ജാഥകളെല്ലാം ചേർന്ന് വയലാറിൻ്റെ മണ്ണിൽ നിന്നും PK ബിജു എത്തിച്ച ദീപശിഖയിൽ അഗ്നി പകർന്നതിന് ശേഷം ഈ ദീപശിഖ പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിനായി ഇപ്പോൾ പ്രധാന ദീപശിഖയിൽ, വയലാറിൻ്റെ മണ്ണിൽ നിന്നും എത്തിച്ച പ്രധാന ദീപശിഖയിലേക്ക് മറ്റ് 23 രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഇരമ്പുന്ന സ്മൃതികുടീരങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖ അഗ്നി പകരുകയാണ്. അതിനുശേഷം ഈ പ്രധാന ദീപശിഖ പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രതിനിധി സമ്മേളന നഗരിയിൽ ഈ ദീപശിഖ സ്ഥാപിക്കുകയും ചെയ്യും. സമ്മേളനം പൂർത്തിയാകുന്നതുവരെ ധീരരക്തസാക്ഷികളുടെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾ ഈ സമ്മേളന നഗരിയിൽ ദീപശിഖയിലൂടെ ജ്വലിച്ചു നിൽക്കും. അത് ഇവിടെ എത്തുന്ന സമ്മേളന പ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ നാനാവിഭാഗത്തിൽപ്പെട്ട ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കും ആവേശം പകരുകയും ചെയ്യും. അത്തരത്തിൽ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സംഘാടനത്തിലൂടെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരമ്പി ആർത്ത നിരവധിയായിട്ടുള്ള പ്രയാണങ്ങളിലൂടെ, ജാഥകളിലൂടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊതു സമ്മേളന നഗരിയിൽ ചെമ്പതാക ഉയർന്നിരിക്കുന്നു. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ KN ബാലഗോപാലാണ് ഈ പൊതു സമ്മേളന നഗരിയിൽ സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള പൊതുസമ്മേളന നഗരിയിൽ ചെമ്പതാക ഉയർത്തിയത്. ഈ സമ്മേളനം പൂർത്തിയാകുന്നത് വരെ, ഇനി പൊതുസമ്മേളനം അവസാനിക്കുന്നത് വരെയും ഈ ചെമ്പതാക പൊതുസമ്മേളന നഗരിയിൽ പാറിപ്പറക്കും. ഏതായാലും വളരെ ആവേശകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം തന്നെ സാന്നിധ്യത്തിലാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിനുള്ള ചെമ്പതാക ഈ പൊതുസമ്മേളന നഗരിയിൽ ഉയർന്നിരിക്കുന്നത്. ധീരരക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ച പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ഈ പൊതുസമ്മേളന നഗരിക്ക് പുറത്ത് സംഗമിക്കുകയും ഒരുമിച്ച് ഈ നഗരിയിലേക്ക് പ്രവേശിക്കുകയും കൊടിമരം സ്ഥാപിച്ചതിന് ശേഷം ചെമ്പതാക ഉയർത്തുകയുമായിരുന്നു. ഇൻഗുലാബിൻ മുഖരിതമായ അന്തരീക്ഷത്തിൽ രക്തസാക്ഷികൾക്ക് മരണമില്ല എന്നുറക്കെ മുദ്രാവാക്യങ്ങളിൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ഒരു ചെമ്പതാക വാനിലേക്ക് ഉയർന്നത്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയരക്തം കൊണ്ട് എഴുതിയ ജീവന് തുല്യം സ്നേഹിക്കുന്ന ചെമ്പതാകയാണ്. പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും അഭിമാനമായിട്ടുള്ള അവർ ഹൃദയത്തോട് സൂക്ഷിക്കുന്ന ചെമ്പതാകയാണ് സമ്മേളന നഗരിയിൽ ഉയർന്നിരിക്കുന്നത്. ഇനി ദീപശിഖ പ്രയാണം വീണ്ടും ഈ പൊതുസമ്മേളന നഗരിയിൽ നിന്നും ആരംഭിക്കുകയാണ്. ധീരരക്തസാക്ഷികളുടെ 23 രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും അവരുടെ ഓർമ്മകൾ ആർക്കുന്ന ബലികുടീരങ്ങളിൽ നിന്നും കൊളുത്തിയ ദീപശിഖകൾ അത് ഈ പൊതു സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഈ ദീപശിഖ പ്രയാണമായി ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് പോയി അവിടെ ദീപശിഖ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ അവശേഷിക്കുന്നത്. നാളെ രാവിലെ CPIM സംസ്ഥാന
സമ്മേളനത്തിൻ്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം തുടങ്ങും. വിവിധ ജില്ലാ സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരാണ് പ്രതിനിധികളായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ CPIM-ന്റെ സംഘടനാപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആഴത്തിൽ വിലയിരുത്തുന്ന റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷം ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇഴകീറിയുള്ള ശക്തി ദൗർബല്യങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന ചർച്ചകൾ നടക്കും, മറുപടി ഉണ്ടാകും, വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടും. അത്തരത്തിൽ CPIM-ന്റെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടി തന്നെ സംഘടനാ സംവിധാനം, അതിൻ്റെ സംഘടനാ ശേഷിയും ജനകീയ അടിത്തറയും വിളിച്ചോതുന്ന രീതിയിലുള്ള സംസ്ഥാന സമ്മേളന നടപടിക്രമങ്ങളാണ് കൊല്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നതിന് പിന്നാലെ പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ പ്രയാണം ഇപ്പോൾ ഈ പൊതുസമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. അജിംഷ, തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ നവീകരണത്തിൻ്റെ, സ്വയം തിരുത്തലിൻ്റെ ഒക്കെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന അടക്കം നിർണായകമായ കാര്യങ്ങൾ മാത്രമല്ല, രാജ്യം ഇന്ന് സമകാലിക രാഷ്ട്രീയം നേരിടുന്ന പല വിഷയങ്ങളിലും നാന്ദിയാകുന്ന പ്രമേയങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രക്രിയകളാണ് ഇനി നടക്കാൻ പോകുന്നത്. കൊല്ലം എന്ന സമരഭൂമികയിലിതാ, സമ്മേളന ഭൂമികയിലിതാ ചെമ്പതാക ഉയർന്നിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ അത്തരം നടപടികളുടെയും അജണ്ടകളുടെയും അടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിപാടികൾ ആയിരിക്കും, പദ്ധതികളായിരിക്കും. ഒരുപക്ഷെ സമ്മേളനം മുമ്പോട്ട് വെക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. രാജ്യത്തും കേരളത്തിലും ഒക്കെ നേരിടുന്ന മതേതര സമൂഹവും ജനാധിപത്യ സമൂഹവും സർവോപരി അധ്വാനിക്കുന്നവനും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ കൂട്ടായി അതിജീവിക്കാം, അതിനുള്ള സംഘടിതമായ ശ്രമങ്ങളെ എങ്ങനെ രൂപപ്പെടുത്താം, രാഷ്ട്രീയവും സാംസ്കാരികവുമായി അത്തരം തിന്മകളെ എങ്ങനെ നേരിട്ട് തോൽപ്പിക്കാം, അങ്ങനെ വർഗാധിഷ്ഠിതമായി അധ്വാനിക്കുന്നവനൊപ്പം അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവനൊപ്പം സാധാരണക്കാരെ കൂടി ചേർത്ത് പിടിക്കുന്ന വിശാലമായ ജനകീയ ജനാധിപത്യത്തിൻ്റെ ആ വശം എങ്ങനെ രാഷ്ട്രീയമായി സാധ്യമാക്കാം, ഇത്തരത്തിലുള്ള പ്രക്രിയകളാണ് ഓരോ 3-3.5 വർഷങ്ങൾക്കുള്ളിലും പാർട്ടി രൂപപ്പെടുത്തുന്നത്, CPIM എന്ന അവരുടെ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് 24-ാം പാർട്ടി കോൺഗ്രസും. അത് നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തി. ഫാസിസ്റ്റ് പ്രവണതകൾ കാട്ടി, അമിതാധികാര പ്രവണതകൾ കാട്ടി ഫാസിസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണം, മോദി സർക്കാരിൻ്റെ ഭരണം, സംഘപരിവാർ നീക്കങ്ങൾ, അതിനൊക്കെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്, തടയിടേണ്ടതുണ്ട്. അതിനെ തടയിടാൻ പരാജയപ്പെടുന്ന മറ്റു മതേതരത്വ പ്രസ്ഥാനങ്ങൾ അവർക്ക് കൂടുതൽ ഊർജം പകരുന്ന തരത്തിൽ നാം സംസ്ഥാനത്തടക്കം കണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രക്രിയകളാൽ മുഖരിതമായ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലാണ് CPIM അതിൻ്റെ സംഘടനാപരമായ പ്രസക്തി, അതിൻ്റെ രാഷ്ട്രീയമായ ദൗത്യം, അതിൻ്റെ സാമൂഹിക സംബന്ധിയായ പ്രതിബദ്ധതയൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ തീർച്ചയായും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാതയിൽ ഒരു ആശയത്തിൻ്റെ രൂപീകരണമുണ്ട്. ആ രൂപീകരണം സംസ്ഥാപിക്കേണ്ട കൃത്യമായ പ്രക്രിയകളുണ്ട്. അതിൻ്റെയൊക്കെ നിർണായകമായ നാന്ദിയാണ് ഓരോ പാർട്ടി കോൺഗ്രസും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനങ്ങളും. പ്രത്യേകിച്ച് ഈ സമകാലികത്തിൽ വളരെ പ്രസക്തമാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ സമ്മേളനം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്.